ഹായ് ഓൾ, ട്രേഡേഴ്സ് സൈക്കോളജിയുടെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൂൾസ് ഉണ്ട്, പക്ഷേ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ്. നിങ്ങൾക്കൊരു റൂൾ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ എക്സിറ്റ് ചെയ്യുമെന്ന്. നിങ്ങൾക്ക് അത് അറിയാം, നിങ്ങളത് സ്വയം എഴുതിയതാണ്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ആ ഒരു മൊമെൻ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സ്റ്റോപ്പ് ലോസ് കുറച്ച് മാറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, ഏകദേശം എല്ലാ ട്രേഡേഴ്സിനും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, ഇത് സംഭവിക്കുന്നത്, അതിന് റിയൽ സൊല്യൂഷൻ എന്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പല വീഡിയോസിലും പല ആൾക്കാരും പല ട്രേഡേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതായത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഈവൻ ഞാൻ പല ബുക്കുകളും വായിച്ചിട്ടുണ്ട്, അതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി ഇതൊരു സർഫേസ് ലെവൽ ആൻസറാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇത് എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല, പകരം നിങ്ങൾ മോശമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല, നിങ്ങൾ മോശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് ആക്ച്വലി ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൻ്റെ റിയൽ റീസൺ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകോൺഷ്യസ് വെസ് കോൺഷ്യസ് ആണ്. അതാണ് റിയൽ പോയിന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് റൂള് അറിയാത്തതല്ല പ്രശ്നം, റൂള് നിങ്ങൾ അൺകോൺഷ്യസ് ആയി വിശ്വസിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്, നിങ്ങൾ ബോധപൂർവമുള്ള മൈൻഡാണ് നിങ്ങൾ ഈ പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഓക്കെ ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യണം എന്ന് റൂൾ എഴുതുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ലോജിക്കലായിട്ട് കാമായി മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുൻപ് ഇരുന്ന് ചിന്തിച്ച് ചെയ്തത്. പക്ഷേ ഒരു ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത്, മാർക്കറ്റ് നിങ്ങൾക്ക് എതിരെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തു അപ്സൈഡ് പോയി, പെട്ടെന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് എതിരെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ അൺകോൺഷ്യസ് ബിലീഫാണ്. അയ്യോ, ഈ ഒരു ട്രേഡിൽ എനിക്ക് ക്യാഷ് നഷ്ടപ്പെടുമോ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ള വാശി, ഇതൊക്കെയാണ് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിലീഫ്. അപ്പം ഇത് നമ്മളെ കൺട്രോൾ ചെയ്യും. ആക്ച്വലി ഇതാണ് നമ്മളുടെ റൂളിനെ ഓവർ റൈഡ് ചെയ്യുന്നത്, അൺകോൺഷ്യസ് ബിലീഫ്. അതുകൊണ്ടാണ് നമ്മളൊരു 100 തവണ നമ്മുടെ റൂൾസ് വായിച്ച് നമ്മൾ എല്ലാ ദിവസവും എഴുതിയാൽ പോലും നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. നമ്മൾ ലോജിക്ക് വെച്ച് അത് മനഃപ്പാടമാക്കി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതൊരു റിപ്പീറ്റഡ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ബിൽഡ് ആവുള്ളൂ. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു റൂള് ശരിക്കും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡ് റൂള് അറിയുന്നു, അൺകോൺഷ്യസ് മൈൻഡ് ആ റൂള് വിശ്വസിക്കുന്നില്ല. അതാണ് ശരിക്കുള്ള പ്രശ്നം. ഓക്കെ, ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് എല്ലാവർക്കും സംഭവിക്കുന്ന കുറച്ച് സെനാരിയോ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ചാർട്ടിൽ തന്നെ കാണിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. മാർക്കറ്റ് പുൾ ബാക്ക് എടുത്ത് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു, മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഒരു സിംഗ് ഹൈൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വോയിസ് വരും, സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി മുകളിലോട്ട് വെക്കാം, ഇനിയും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാരണങ്ങൾ തപ്പിക്കൊണ്ടുവരും. മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂസ് ചെക്ക് ചെയ്യും. നമ്മുടെ വ്യൂ എപ്പോഴും ആ ഒരു താഴോട്ട് പോകും എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അത് ആക്ച്വലി നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് ആയിട്ടല്ല, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വോയിസാണ്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാതെ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവെക്കും, പിന്നെ വീണ്ടും തിരിച്ച് താഴോട്ട് വരും. അപ്പോൾ റെഡ് ക്യാൻഡിൽ കാണും. അപ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ്, ഓ യെസ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ വീണ്ടും കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ആക്ച്വലി ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു നോർമൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് ബിലീഫാണ്.
റൈറ്റ്, ക്ലിയർ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ഒരു സെനാരിയോ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സെനാരിയോ സ്റ്റോപ്പ് ലോസ് നോക്കി, രണ്ടാമത്തെ സെനാരിയോയിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, നിങ്ങളുടെ വ്യൂ അനുസരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. ഒരു നല്ലൊരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് നടത്തി നല്ലൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കാണുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു കാര്യം വരും, ഗ്രീഡ്. ഇനിയും കുറച്ച് വെയിറ്റ് ചെയ്യാം, കൂടുതൽ പ്രോഫിറ്റ് വരും. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ടാർഗറ്റിന് ഇഗ്നോർ ചെയ്യും. അതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന കാര്യമല്ല. ഇത് ലൈവ് മൊമെൻറ്റിൽ നിങ്ങളുടെ അൺകോൺഷ്യസ് ബിലീഫ്, അതായത് നിങ്ങൾ പണ്ട് എപ്പോഴോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലുള്ള വലിയ മൂവ്മെൻറ്റുകൾ. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും പ്രോഫിറ്റ് വരും. ഫൈനലി ഒരു മൊമെൻറ്റിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരും. അപ്പോഴും നിങ്ങൾ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. ഫൈനലി തിരിച്ച് വന്ന് ബ്രേക്ക് ഈവൻ ലോസിലോ ബുക്ക് ചെയ്യും, ജസ്റ്റ് ആ ഒരു ഗ്രീഡ് കൊണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീഡും വരുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അൺകോൺഷ്യസ് മൈൻഡാണ്. പിന്നെ വേറൊരു കാര്യം, റിവഞ്ച് ട്രേഡിങ്. മൂന്നാമത്തെ സെനാരിയോ നോക്കുവാണെങ്കിൽ റിവഞ്ച് ട്രേഡിങ്. ഫസ്റ്റ് ട്രേഡ് ഇവിടെ നിന്ന് ബൈ എൻട്രി എടുത്തു, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട്, പക്ഷേ മാർക്കറ്റ് തിരിച്ചു വന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. തിരിച്ച് താഴോട്ട് പോകുന്നത് കണ്ടിട്ട് വീണ്ടും ഒരു സെൽ എൻട്രി എടുത്തു, പക്ഷേ തിരിച്ചു വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 2 തവണ ലോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ അൺകോൺഷ്യസ് ബിലീഫുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അയ്യോ, ഞാൻ ഡേഞ്ചറിലാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ലോസ് റിക്കവർ ചെയ്യണേ, ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻസ് വരും. അപ്പം സിസ്റ്റം മറന്ന് പ്ലാനഡ് സൈസിനെയൊക്കെ മാറ്റി വലിയ സൈസ് എടുത്ത് ട്രേഡ് ചെയ്ത് റാൻഡമായി ട്രേഡ് ചെയ്യും, നഷ്ടം തിരിച്ചു പിടിക്കണം ഒറ്റ ചിന്തയിൽ. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജി അല്ല, ഇതൊരു ഈഗയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എപ്പോഴാണോ ലാസ്റ്റ് ടൈം റിവഞ്ച് ട്രേഡ് ചെയ്തത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? നിങ്ങൾക്കറിയാം റിവഞ്ച് ട്രേഡ് ചെയ്യുന്നത് മോശമാണെന്നുള്ളതും. അത് എന്തായാലും ക്യാപിറ്റലിനെ വൈപ്പ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അറിയാം, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലുണ്ട്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു പോകുന്നതാണ്. പക്ഷേ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇതങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ അത് വേറൊരു സെനാരിയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയുവാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതിൽ നാലാമത്തെ ഒരു സെനാരിയ, പുറത്തുനിന്നുള്ള നോയ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്ത് യെസ് മാർക്കറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നുള്ളതെന്ന് മനസ്സിലായി. നിങ്ങൾ ചിലപ്പം പുട്ട് ഓപ്ഷനൊക്കെ എടുത്തു. അപ്പോഴാണ് പുറത്തു നിന്നുള്ള നോയ്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ടെലഗ്രാം ചാനലിൽ നിന്ന് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ നിന്നൊരു മെസ്സേജ്, യൂട്യൂബിൽ നിന്നൊരു വീഡിയോ, ഇതൊക്കെ കാണുന്നു. ആ ഒരു എക്സ്പേർട്ട് പറയുന്നു ഓക്കെ ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ കട്ട് ചെയ്യും, എന്നിട്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ വ്യൂ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതും ഇത് പറയുന്നത് പോലെ തന്നെ നമുക്ക് സെൽഫ് ബിലീഫ് ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു അഞ്ചാമത്തെ ഒരു സെനാരിയോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെനാരിയോ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്ന അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. പിന്നെ വിന്നിങ് സ്ട്രീക്കിന് ശേഷം നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾ നോർമലി ആത്മവിശ്വാസം കൂടുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിനെ കീഴടക്കി എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, വലിയ ആത്മവിശ്വാസത്തോടെ വലിയ സൈസ് ഇൻക്രീസ് ചെയ്യും, ചെക്ക് ലിസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യും, റൂൾസിൽ കൂടി ശ്രദ്ധ കുറയും. അപ്പോഴും നമ്മുടെ റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരും. ഓക്കെ, അപ്പോൾ ഈ സെനാരിയോയിലൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ സെനാരിയോയിലൊക്കെ നിങ്ങൾ റൂള് ബ്രേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അൺകോൺഷ്യസ് ബിലീഫ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു വിൽ പവർ കൊണ്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വിൽ പവർ കൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഈ പറയുന്ന പ്രോബ്ലം എന്തൊക്കെയാണ്, ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് മാറ്റിവെക്കുന്നത്, റിവഞ്ച് ട്രേഡിങ്, ഗ്രീഡ്, ഫിയർ, നോയ്സ്, ഇതൊന്നും നമുക്ക് വിൽ പവർ കൊണ്ട് മാറ്റാൻ ഡയറക്റ്റ്ലി പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ട്രേഡിൽ
അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് വിൽ പവർ എന്ന് പറയുന്ന കാര്യം കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ടൂളാണ്. വിൽ പവർ എന്ന കാര്യം കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ടൂളാണ്. റിപ്പീറ്റ്, ലൈവ് മാർക്കറ്റിൽ വിൽ പവർ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ്, അതിൻ്റെ ഒരു ടൂളാണ്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോൺഷ്യസ് മൈൻഡ് അല്ല പലപ്പോഴും കൺട്രോൾ ചെയ്തത്, അൺകോൺഷ്യസ് ബിലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽ പവർ കൊണ്ട് മാത്രം വേണ്ടി പറ്റില്ല. അതിന് പറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ സൊല്യൂഷൻ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വിൽ പവറിനെ ഒരു അൺകോൺഷ്യസ് മൈൻഡിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതിലൊരു സൊല്യൂഷൻസ് ഞാൻ പറയാം. ഡിസിഷൻ, നമ്മൾ ലൈവ് മാർക്കറ്റിൽ പലപ്പോഴും ഡിസിഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിഷനെ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് മാറ്റുക, ആ ഒരു മൊമെൻറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ? നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കാൻ വേണ്ടി നോക്കുക, എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുക, ഒരു പ്ലാന് ഉണ്ടാവും. ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ട്രേഡ് എടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഡിസിഷൻ എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ പലപ്പോഴും ബ്രോക്കറിൽ ബ്രാക്കറ്റ് ഓർഡേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ സെറ്റ് ചെയ്യുക, അതിന് ആ ഒരു വഴിക്ക് വിടുക. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ യാതൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നോക്കരുത്. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് കൂടിയാണ്. ഓക്കെ, അത് നിങ്ങൾ ഈ നിങ്ങൾ കരിയർ ഫുൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മുടെ റൂൾസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏത് ട്രേഡ് എങ്ങനെ വേണ്ടി എടുത്താലും ശരി, ഫോർ എക്സാമ്പിൾ ഞാൻ ബ്ലൈൻഡായിട്ട് കണ്ണുകൂട്ടിയൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു, എങ്കിൽ പോലും ഞാൻ ഒരു പരിധി കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ലോസ് ഹോൾഡ് ചെയ്യില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. പലപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? കാരണം എന്താണ്, ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് പറയും ഇത് ഡേഞ്ചറാണ്, എക്സിറ്റ് ചെയ്യും മോനെ എന്ന് പറയും. ഞാൻ എങ്ങനെ എടുത്താലും ഏത് ട്രേഡ് കണ്ണുപൂട്ടി എടുത്താലും ഞാൻ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലോസ് കട്ട് ചെയ്യും. കാരണം അത് എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡേഞ്ചറായിട്ട് പറയുന്നതാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്രൈവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈവൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടോ ഡ്രൈവിംഗ് ചെയ്താലും പെട്ടെന്ന് ഒരാൾ മുമ്പിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ബ്രേക്ക് അമർത്തും. അത് ഡേഞ്ചർ ആണെന്ന് നമ്മുടെ മൈൻഡിന് അറിയാം. അതുപോലെ തന്നെയാണ്. ഓക്കെ, ഡിസിഷനെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൊടുക്കുക. കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 ട്രേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു മൈൻഡിലോട്ട് ആ ഒരു ബിലീഫ് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റൂളും ബ്രേക്ക് ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും റൂളുകൾ ബ്രേക്ക് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ റൂളുകൾ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണലിൽ നിങ്ങൾ എഴുതി വച്ചിരിക്കുക. ഞാൻ ഇന്ന് റിവഞ്ച് ട്രേഡ് ചെയ്തു, ബ്രോക്ക് ചെയ്തു എന്നുള്ളത് എഴുതി വച്ചിരിക്കുക. ഇന്ന് ഞാൻ ഓവർ ട്രേഡ് ചെയ്തു, അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം ട്രേഡിംഗ് ജേർണലിൽ. പല ആൾക്കാരും ചെയ്തു വെക്കുന്നതോ എൻട്രി പ്രൈസ് 100, എക്സിറ്റ് പ്രൈസ് 109, എടുത്ത ക്വാണ്ടിറ്റി, ഇത് മാത്രമാണ് ട്രേഡിംഗ് ജേർണൽ എഴുതാറ്. അങ്ങനെയല്ല, അത് നമ്മുടെ ബ്രോക്കറിൻ്റെ ബാക്ക് ഓഫീസ് പോയാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ജേർണൽ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളോട് ഉൾപ്പെടുത്തുക. എന്തൊക്കെ റൂളാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ആ ഒരു മൊമെൻറ്റിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ്, ഫിയർ ആണോ, ഗ്രീഡ് ആണോ, ഈഗോ ആണോ, ഇതൊക്കെ എഴുതി വെച്ച് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഏത് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിലോട്ട് കൂടിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൊസിഷൻ സൈസ് വളരെ ചെറുതാക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുന്നു വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡും എടുക്കാതെ ചാർട്ട് വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ്, പേടി ഉണ്ടാകും? ഇല്ല. ഈവൻ നിങ്ങൾ പേപ്പർ ട്രേഡ് എടുത്താലും പ്രത്യേകിച്ച് പേടിയോ ഇമോഷൻസ് ഉണ്ടാവില്ല. പക്ഷേ മറ്റേ സെയിം ടൈമിൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമോഷൻസ് വരും. അപ്പം നിങ്ങൾ എടുക്കുന്ന പൊസിഷൻ സൈസ്, എത്ര പൊസിഷൻ സൈസ് എടുത്താലും അത് യാതൊരു രീതിയിലും നമ്മളെ ഇമോഷണലി ബാധിക്കാത്ത പൊസിഷൻ എടുക്കുക.
അതാണ് വൺ റൂൾ നിങ്ങൾ ലൈഫ് ടൈം ഫോളോ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത്, ആ ഒരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞ് ട്രേഡ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് ഈക്വൽ ടു നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുന്ന ഇമോഷൻസ് ആയിരിക്കണം. അതിൽ എന്തെങ്കിലും ഇമോഷൻസിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ എടുത്ത പൊസിഷൻ സൈസ്, എടുത്ത ക്വാണ്ടിറ്റി കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ യാതൊരു രീതിയിലും വളരെ കംഫർട്ടായിട്ട് കോമായിട്ട് ചാർട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ സൈസ് എടുക്കുക. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നിങ്ങളെ ട്രേഡിംഗ് ലൈഫ് മാറ്റിയിരിക്കും 100%. ഓക്കെ, പലപ്പോഴും ട്രേഡിംഗ് പൊസിഷൻ സൈസാണ് പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ അൺകോൺഷ്യസ് ബിലീഫ്, അതായത് ഡേഞ്ചറായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ഈ നമ്മുടെ കയ്യിൽ ഇപ്പം 40,000 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കാം, 40,000 രൂപയുണ്ട്. അപ്പോൾ ഓപ്ഷൻസിലോട്ട് പോയി എക്സ്പയറി ഡേ ആണ്, ഒരു ഇൻ ദ മണി പ്രീമിയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40 രൂപ അല്ലെങ്കിൽ 39 രൂപയാണുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളും ചെയ്തു 40,000 ഉണ്ടെങ്കിൽ കഴിയാം ഒരു 1000 ക്വാണ്ടിറ്റി നിങ്ങൾ ബൈ ചെയ്തു. എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു മൂവ്മെൻ്റ് ആണ്. ഈ 39 എന്നുള്ള ചിലപ്പോൾ ഒരു വലിയൊരു 100 140 പോകുന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന പൊസിഷൻ സൈസ് ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവും. കാരണം എന്താണ്, വലിയ ക്വാണ്ടിറ്റി എടുത്തതുകൊണ്ട് തന്നെ ഓരോ മൂവ്മെൻറ്റും ഡേഞ്ചറായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഡേഞ്ചറായിട്ട് തോന്നും, ഫീൽ ഭയങ്കരമായിട്ട് അൺകോൺഷ്യസ് ആയിട്ടും. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ അൺകോൺഷ്യസ് മൈൻഡാണ്. ആ ഡേഞ്ചറായിട്ട് തോന്നും. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും, റൈറ്റ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് ഫുൾ ക്യാപിറ്റൽ കളയാൻ സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും നിങ്ങൾ ഈ പറയുന്ന വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന പൊസിഷൻ സൈസും വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ആ 39,000 മേ ബി ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യാതൊരു രീതിയിൽ ഇമോഷൻസ് അവിടെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ നാലാമത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപേ അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് നമ്മുടെ സെറ്റപ്പ് ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക. റൈറ്റ്, എവിടെയായിരിക്കണം എൻട്രി, എക്സിറ്റ്, ഞാനിന്ന് ബൈ ആണോ സെല്ലാണോ എടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന പ്രഷർ ടൈമിൽ, ലൈവ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രഷർ ടൈമിൽ ഡിസിഷൻസ് എടുക്കാൻ മാക്സിമം ഒഴിവാക്കുക. അത് ഏറ്റവും അൺറിലയബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് ലൈഫ് ടൈം ഫോളോ ചെയ്യണമെന്നല്ല. ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി ഒരു 20 ട്രേഡ്, അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 20 ട്രേഡ് മതി. 20 ട്രേഡ് നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ച് എടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. 20 ട്രേഡിൽ നിങ്ങൾക്ക് ബെറ്റർ ആവുമെന്ന് മാത്രമല്ല, നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന റൂൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാകില്ല. അത് ഞാൻ പറഞ്ഞു, ഈ ഒരു ഹെഡിങ് തന്നെ വായിച്ചാൽ മതി. റൂൾസ് ഉണ്ട്, പക്ഷേ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. 20 ട്രേഡിന് ശേഷം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമല്ല, നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങൾ ഈ റൂൾസ് ജേർണൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാറ്റേൺസ് മനസ്സിലാവും. പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്വന്തം പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്താൽ മതി. പല ആൾക്കാരും ഒരു പാറ്റേൺസ് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാനൊക്കെ ഒരുപാട് സമയമെടുത്തു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് ക്ലിയർ ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പോൾ ക്ലിയറായെന്ന് പറയുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞിട്ടുവാണെങ്കിൽ, റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് റൂള് അറിയുന്നു, പക്ഷേ അൺകോൺഷ്യസ് മൈൻഡ് അത് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ റിപ്പീറ്റേഷൻ വേണം. അതിനുവേണ്ടി റിപ്പീറ്റേഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. സ്മോൾ സൈസ് വേണം, ജേർണൽ വേണം. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്ലോലി റൂൾസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അത് നിങ്ങൾ അറിയാതെ ഫോളോ ചെയ്യും. ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന പോലെ ആയിരിക്കും പിന്നെ നിങ്ങൾ ട്രേഡിങ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത എപ്പിസോഡ് 3 നമുക്ക് കാണാം. താങ്ക് യു, ബൈ.